വെളിച്ചം, ശുദ്ധവായു, നല്ല കാറ്റ്. അകത്ത് കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയിരിക്കണം. തുറക്കൂന്ന് നോക്കട്ടെ. എങ്ങനെ അതൊരു കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു വീട് കിട്ടാൻ വഴിയുണ്ടോ? എന്റെ ഭാഷ ഈ ആളും പേരില്ലാത്തടുത്ത് ആര് വാടകയ്ക്ക് വരാനാ? ഈ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമാ മാഷ്. അറിയോ? എന്നെ കിട്ടിയത് ഭാഗ്യം. ആദ്യത്തെ ആളാണെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ ആളാ. എന്നാലും കഴിച്ചിട്ടായിട്ട് കയറി പോലെ. ഇതെന്നെ കാണിക്കുന്നത്? ഇത് അമ്പലമൊന്നുമല്ല. അമ്പലം ഞാൻ താഴെ ചെല്ലുമ്പോ കാണിച്ചു തരാം. അതൊരു ശീലായി പോയിട്ടാണ്. അമ്പലവും പള്ളിയൊന്നും ശീലയില്ല താനും. ഓ, പള്ളി. അപ്പൊ ഈപ്പം പള്ളിക്കുടത്തിൽ പോയിട്ടില്ല അല്ലേ? ഈപ്പനല്ല, സ്റ്റീഫൻ. ഞാൻ സമ്മതിച്ചു. പേരിട്ടേണ്ട കാര്യമില്ല. പള്ളി പോരണം. പള്ളി പോണം. അതറിയോ, ഞങ്ങൾക്ക് ഈ ശീലമായിപ്പോയി. എന്ത്? ഈ അമ്പലമേ നാട്ടുകാർ കൂട്ടത്തോടെ തന്നെ വിളിച്ചാലും ഈ പൊരുളോ അറിയില്ലായിരുന്നു. അടുത്ത കാലത്ത് വരെ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിന്റെ നടയിൽ കയറിയെന്ന് ഒറ്റ കരച്ചില്ല. അമ്മേന്ന് വിളിച്ച് കരയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ദേവിയല്ലേ? കാളിയാ, കാളി. പിന്നെ കക്കൂസിപ്പോക്ക് പറമ്പില്ല. പിന്നെ ഈ പുറത്തുനിന്ന് കുളിക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട്? അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഇതോടുകൂടി എല്ലാം ശരിയായിക്കോളൂ. അറിയോ? പിന്നെ ഈ ചെരുപ്പ് കൂടെ ഇങ്ങനെ ഊരിടുമ്പോ ഇങ്ങനെ ഊരിടരുത്, കുത്തിച്ചാരി വെക്കണം. അത് ഈ തണുപ്പ് പിടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഈ ചെരുപ്പിനകത്ത് ഈ വെള്ളക്കെട്ടിനോ അല്ലെങ്കിൽ മൂർക്കണ്ണോ കുഞ്ഞോ ചുരുണ്ടുകൂടിയിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല. അതൊക്കെ എല്ലാം വരുമ്പോഴൊക്കെ നമുക്ക് പരിചയപ്പെടാന്നേ. ഒന്നും പേടിക്കാൻ. ആ ചെറുക്കനെ വെച്ചാൽ വെട്ടിത്തെളിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് ഇറക്കി പോക്ക് നല്ല എളുപ്പം കേട്ടോ. അതേ അയലോക്കംകാരൻ പോണു. കേട്ടില്ല. കാലം കഴിഞ്ഞേ ഡയഫ്രം അടിച്ചു പോയി. നാളെ കടയിൽ നിന്ന് പത്രം എടുത്തോണ്ട് പോകുന്ന പോക്കാ. ഇനി നാളെ വരത്തുള്ളൂ. പാപ്പാ കയ്യ ഇറങ്ങണേ. അയലോക്കാരെന്ന് പറഞ്ഞിട്ട് വീടൊന്നും കാണുന്നില്ലല്ലോ. അത് ആ വഴിക്ക് അങ്ങോട്ട് മേപ്പോട്ട് വന്നേ. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നടക്കണം. 1/2 കിലോമീറ്റർ ഉള്ളൂ. 1/2 കിലോമീറ്ററോ? 1/2 കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ വരുള്ളൂ. പക്ഷെ ആദ്യം തന്നെ പേടിക്കണ്ടെന്ന് നേരിട്ട് പറഞ്ഞ ഈ പുള്ളി ഇനി നാളെ താഴത്തേക്ക് ഇറങ്ങുള്ളൂ. അതൊരു പ്രത്യേക ടൈപ്പ് ആളാ. പകല് ഒന്നും കിടന്ന് ഉറങ്ങും, രാത്രി ഉറക്കുകയില്ല. പറമ്പിൽ പന്നി ഇറങ്ങുമെന്നും പറഞ്ഞു പറമ്പായ പറമ്പൊക്കെ നടക്കൂറ. 8 ബാറ്റിന്റെ ടോർച്ചുണ്ട്. അത് ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എടാ ഡെലപ്പള്ളി ഇലവീടാ പുഞ്ചനച്ചെന്നല്ലേ പെട്ടെന്ന് നിൽക്കുള്ളൂ. അതെന്തോരം കേൾക്കാതിരിക്കുള്ളൂ ഭയങ്കര. പിന്നെ ഈ നാട്ടുരീതി അനുസരിച്ച് രാവിലെ തിന്നാനായിട്ട് കപ്പയായിരിക്കും. പിന്നെ വൈകിട്ട് കഞ്ഞി. അത് നേരത്തെ കാലത്ത് എത്തിക്കാനായിട്ട് ഞാൻ സുബിനോട് പറയാം. സുബിനോ? നമ്മൾ ചായ കുടിക്കുന്ന കടയിലെ പയ്യനെ. പിന്നെ ഒരു തൂക്കുപാത്രം ഒപ്പിക്കണം. കഞ്ഞി നേരത്തെ എത്തിക്കാൻ പറയാം. ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ അതിലൂടെ കയറി വരവ് ഭയങ്കര പാടാ.